എന്നെ കുറിച്ചോർത്ത് നിങ്ങൾ ആരും വിഷമിക്കരുത് മോളെ. ഈ ദ്രോഹികൾ പറയുന്നത് നിങ്ങൾ ആരും അനുസരിക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ കാലനെ കാത്തിരിക്കുന്നവനാ ഞാൻ. എനിക്ക് വേണ്ടി ഈ നാടും നാട്ടുകാരെയും കൈവിടരുത് മോളെ നിങ്ങള്. ഇവർ ചെയ്തതിനുള്ള ശിക്ഷ ഇവർക്ക് കിട്ടിയേ പറ്റൂ. വായടച്ചും മിണ്ടാതിന്നോണം കേട്ടകളവാ. എടോ, അദ്ദേഹത്തിന്റെ പ്രായത്തിനെങ്കിലും ബഹുമാനിക്കടോ. അപ്പൊ നീയോ ഈ നാട്ടുകാരുടെ മുമ്പിൽ എന്റെ വില മൊത്തം കളഞ്ഞില്ലേ? എന്റെ പ്രായത്തിനുള്ള ബഹുമാനം നീ തന്നില്ലല്ലോ. ഞാൻ ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. മര്യാദയ്ക്ക് വക്കീൽമാനെ വിട്ടേക്ക്. നിനക്ക് എന്താ വേണ്ടെന്ന് പറ. എനിക്ക് ആ നാടും ആ ഭൂമിയുമാണ് വേണ്ടത്. ഞാൻ ഉദ്ദേശിച്ചതുപോലെ എനിക്ക് ആ ഫാക്ടറി അവിടെ നിർമ്മിച്ചേ പറ്റൂ. അതിന് തടസ്സമുണ്ടാവരുത്. മനുഷ്യരുടെ വേദന മനസ്സിലാക്കാതെ ആ നാടിനെ നശിപ്പിച്ച് തനിക്ക് അവിടെ ഫാക്ടറി കെട്ടണോ? ഞാൻ ആഗ്രഹിച്ചത് നടന്നിരിക്കണം. ഇന്ന് ഈ ഒരു രാത്രി കൂടി ഞാൻ നിങ്ങൾക്ക് സമയം തരും. ഇന്ന് തന്നെ നിങ്ങൾ ഇവിടം വിട്ട് തിരിച്ചു പോയിരിക്കണം. എങ്കിലേ നിന്റെ ഈ മുത്തശ്ശനെ ഞാൻ ഇവിടുന്ന് ജീവനോടെ വിടൂ. ആദ്യം വക്കീലും അവനെ വിടാൻ നോക്ക്. ആദ്യം നീയൊക്കെ ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്ക്. ഇല്ലെങ്കിൽ ഈ കിളവന്റെ ശവം നാളെ കായലിൽ പൊങ്ങും. ഇയാളും മരണവും തമ്മിൽ 1/2 സെന്റിമീറ്റർ ദൂരമേ ഉള്ളൂ. ആ നാടാണോ വേണ്ടത് അതോ ഈ കിളവന്റെ ജീവനാണോ വേണ്ടതെന്ന് നീ തീരുമാനിക്ക്. നിനക്കൊക്കെ ഇനി 24 മണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്. നീ എന്താ നാമം ജപിക്കുകയാണോ? ഇത് എത്ര നേരം ഈ പറയുന്നത്? ആന്റി, ആ സുരേന്ദ്രൻ ആ കിളവനെ തട്ടിക്കൊണ്ടുപോയത് നല്ല കാര്യമെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ അയാൾ എന്തിന് 24 മണിക്കൂർ സമയം കൊടുത്തത്? പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ അവള് കേൾക്കില്ലെന്നറിയാം. അതുകൊണ്ട് ഒരു ദിവസം സമയം കൊടുത്തത്. ബാഗും ലഗേജും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങാനായിട്ട് 24 മണിക്കൂർ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെ ആവശ്യമില്ലാതെ മേഘനയ്ക്ക് സമയം കൊടുത്തിരിക്കുക. ഇപ്പൊ നീ എന്തിനാ ടെൻഷൻ ആവുന്നത് മഞ്ജരി? ഈ സമയത്തിനുള്ളിൽ മേഘന എന്തെങ്കിലും ചെയ്യുന്നു പേടിച്ചിട്ടാണോ? അവള് തീർച്ചയായിട്ടും എന്തെങ്കിലും പ്ലാൻ ചെയ്യൂ ആന്റി. ഒരു സോൾജറിന്റെ കയ്യിൽ വെപ്പൺ കൊടുക്കാൻ പാടില്ല. ബുദ്ധിയുള്ളവർക്ക് സമയം കൊടുക്കാനും പാടില്ല. അയാൾ ആവശ്യമില്ലാതെ ഒരു ദിവസത്തെ സമയം അവൾക്ക് കൊടുത്തിരിക്കുക. അത് അയാൾ ചെയ്ത തെറ്റ് തന്നെയാ. പക്ഷെ അയാൾ ആ കിളവനെ കിഡ്നാപ്പ് ചെയ്തല്ലോ. അങ്ങനെയാണെങ്കിൽ മേഘനയ്ക്ക് ഒരുപാട് ഇഷ്ടവും അല്ലേ? ഇപ്പൊ അയാളുടെ ജീവൻ റിസ്കിൽ വെച്ച് മേഘന എന്തെങ്കിലും ചെയ്യുന്നു തോന്നുന്നുണ്ടോ? ഇപ്പൊ റിസ്ക് ഉള്ളത് അയാളുടെ കാര്യത്തിൽ മാത്രമല്ല ആന്റി, ആ നാട്ടുകാരുടെ കാര്യമുണ്ട്. ഇപ്പൊ മേഘന ഇവിടുന്ന് പോയി കഴിഞ്ഞാ ആ നാടും നാട്ടുകാരും അനാഥരാവും. ഈ നാടിനു വേണ്ടി മേഘന എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. നീ പറയുന്നതും ശരിയാണ്. പക്ഷേ അവിടെ റിസ്കിലിരിക്കുന്നത് അവളുടെ വക്കീലമ്മാവന്റെ ജീവനാ. മേഘനയ്ക്ക് അവളുടെ ജീവൻ പോയാലും യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ അവള് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൾ എന്തും ചെയ്യും. ഇനിയെങ്ങാനും മേഘന അവളുടെ വക്കീലമ്മാവനെയും നാടും ഒരുമിച്ചങ്ങ് രക്ഷിച്ചാലോ? അതൊരിക്കലും നടക്കില്ല. ഈ കിളവനെ വേണോ അതോ ഈ നാട് വേണോ എന്ന് തീരുമാനിക്കാൻ മേഘനയ്ക്ക് അയാള് സമയം കൊടുത്തിരിക്കുകയല്ലേ. അവൾക്കതിൽ ഒന്ന് മാത്രമേ എന്തായാലും രക്ഷിക്കാൻ കഴിയുള്ളൂ. ആ കാര്യമൊക്കെ നീ ഇപ്പൊ വിട്ടുകളാം. ഞാൻ മറ്റൊരു കാര്യമാണ് ഇപ്പൊ ചിന്തിക്കുന്നത്. ആ സുരേന്ദ്രൻ ഒരു ദിവസത്തെ സമയം കൊടുത്തിരിക്കുകയല്ലേ. അത് കഴിഞ്ഞ് നമ്മളെ എന്തെങ്കിലും ചെയ്താലോ? അയാള് നമ്മളെന്ത് ചെയ്യാനാ? നമ്മളെന്ന് പറഞ്ഞ മേഘനയെ. ഇവിടെ നിന്ന് അവള് പോകുന്ന വഴിക്ക് വല്ല ലോറിയും കൊണ്ട് കാറിലിടിപ്പിച്ചാ മതിയല്ലോ. അവളുടെ കാറിന് പിന്നില് നമ്മുടെ കാറും ഉണ്ടാവുമല്ലോ. 2 കാറും കൂടെ ഒരുമിച്ച് വല്ല കൊക്കയിലേക്കും വീണാലോ? അതോടെ എല്ലാവരുടെ കാര്യവും കഴിഞ്ഞില്ലേ? അത് ശരി ആന്റി. ആ സുരേന്ദ്രൻ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചെയ്താലും അത് നല്ലതല്ലേ? എന്ത് നല്ലത്? നമുക്കെല്ലാവർക്കും ഒന്നിച്ചങ്ങ് മരിച്ചു പോകാനാണോ നീ ആഗ്രഹിക്കുന്നത്? നമ്മുടെ കാര്യമല്ല ആന്റി, ആ മേഘനയുടെ കാര്യം. ആ മേഘനെ അയാളങ്ങ് കൊന്നു കളയാണെങ്കിൽ നമ്മുടെ കാര്യം എളുപ്പമായല്ലോ.
മിഥുൻ പിന്നെ എന്റെ മാത്രം സ്വന്തമാവും. നമുക്ക് പിന്നെ ഒരു തടസ്സവും ഉണ്ടാവില്ല. എന്നാ നീ ആ സുരേന്ദ്രനെ വിളിക്ക്. അയാൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാലോ. ഉം. നാളെ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോയേ പറ്റുള്ളൂ മേഘനെ. അതെന്താ മിഥുനേട്ട അങ്ങനെ ചോദിച്ചേ? അതല്ല, നമുക്ക് ഈ നാട്ടുകാർക്ക് വേണ്ടിയും വക്കീലമ്മാവിന് വേണ്ടിയും ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുന്ന നല്ലതല്ലേ? നാളെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയേ പറ്റൂ. പക്ഷെ അതിനൊക്കെ മുൻപ് വക്കീലമ്മാവന് വേണ്ടിയും ആ നാട്ടുകാർക്ക് വേണ്ടിയും ചേച്ചി തീർച്ചയായും എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ആ കാര്യത്തിൽ നിനക്കെന്താ എത്ര ഉറപ്പ്? ഞാൻ ചെറുപ്പം തൊട്ട് ചേച്ചിയെ കണ്ടു വളർന്നതല്ലേ. ചേച്ചി ഒന്ന് അനങ്ങുന്നത് പോലെ എന്തിനാന്ന് എനിക്ക് മനസ്സിലാവില്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നാളെ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഏട്ടത്തി എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നതാണോ നീ പറയുന്നത്? ഇപ്പൊ തന്നെ ചേച്ചിക്ക് ഒരു പ്ലാൻ ഉണ്ടാവും. അല്ലാതെ ചേച്ചി ഇത്ര ഈസി ആയിട്ട് തിരിച്ചു പോവാന്ന് പറയില്ല. അവിടെ നാട്ടുകാർക്ക് കൊടുത്ത വാക്ക് മറന്ന് ചേച്ചി ഒന്നും ചെയ്യില്ല. എന്തൊക്കെയായാലും ആ സുരേന്ദ്രൻ നമ്മുടെ വക്കീലമ്മാവന്റെ കഴുത്തിൽ കത്തിവെച്ച് ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയില്ലേ? ഇതൊന്നും കേട്ട് എന്റെ ചേച്ചി പേടിക്കുന്ന ആരും വിചാരിക്കണ്ട. വക്കീലമ്മാവന്റെ കാര്യത്തിൽ ചേച്ചി ഒരു കോംപ്രമൈസും കാണിക്കില്ല. വക്കീലമ്മാവനെ ഉപദ്രവിക്കുന്നത് ചേച്ചി കണ്ടില്ലേ? എന്നിട്ടും വെറുതെ ഇരിക്കുന്ന വിവേകിന് തോന്നുന്നുണ്ടോ? ചേച്ചി ഉറപ്പായി എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏട്ടത്തി എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളോട് കൂടി ഒന്ന് പറഞ്ഞിട്ട് ചെയ്തുകൂടെ? അത് പറയില്ല. ചെറുപ്പം മുതലേ കാണുന്നതാന്ന് പറഞ്ഞില്ലേ. ഒന്നും പറയാൻ പോകുന്നില്ല. ചേച്ചിയുടെ മനസ്സിൽ എന്താണെങ്കിലും ശരി, അത് ആരോടും പറയില്ല. ചേച്ചിയെ കാണുമ്പോ സൈലന്റ് ആയിരിക്കുന്നു തോന്നുമെങ്കിലും നമ്മൾ ആരും അറിയാതെ ചെയ്യേണ്ടതൊക്കെ ചേച്ചി ചെയ്തോളൂ. ഞാൻ ചേച്ചിയെ എന്തുമാത്രം ഉപദ്രവിച്ചതാ, എന്നിട്ടും എനിക്ക് ആഹാരം തന്നത് കണ്ടില്ലേ. ചേച്ചിക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും എന്നെയും അനിയനെയും ഒരിക്കലും വിടാതിരുന്നിട്ടില്ല. നാടിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ചേച്ചി ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല. മാത്രമല്ല, നാടിന് നാട്ടുകാർക്കും കുടുംബത്തിന് വേണ്ടി നല്ലത് മാത്രമേ ചേച്ചി ചെയ്യുള്ളൂ. അങ്ങനെയുള്ള എന്റെ ചേച്ചി ഒന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുന്നു പറഞ്ഞാ ഞാനത് വിശ്വസിക്കില്ല. ഏട്ടത്തി എന്ത് ചെയ്താലും ശരി, അതിന് നമ്മുടെ പൂർണ്ണ സപ്പോർട്ട് വേണം ചാരു. ഏട്ടത്തി ഒറ്റയ്ക്കാക്കാൻ പാടില്ല. അത് തന്നെ ഞാനും ഇപ്പൊ ആലോചിച്ചത് വിവേക്. ചേച്ചി ഒരിക്കലും ഒറ്റപ്പെടുത്താൻ പാടില്ല. നമ്മൾ എല്ലാവരും ചേച്ചിയുടെ ചുറ്റും ഉണ്ടാവണം. ചേച്ചി ആ നാട്ടുകാരെ രക്ഷിക്കുമ്പോ നമ്മളെ വേണം ചേച്ചിയെ സംരക്ഷിക്കാൻ. എന്തായി? എല്ലാം ശരിയായില്ലേ? എല്ലാം ഓക്കെ ആയിട്ടുണ്ടെണ്ണ. എന്താ സാർ, എന്താ ചെയ്യാൻ പോകുന്നേ? ലാൻഡ് മൈൻ. എന്തിന്? സന്തോഷത്തോടെ സകുടുംബ സമേതം മേഘന പോവല്ലേ? 2 കാറുണ്ടാവും, രണ്ടും പൊട്ടുമല്ലോ അല്ലേ? 2 എണ്ണല്ല, ഒരു 3-4 ഉണ്ടെങ്കിൽ പോലും പൊട്ടിക്കോളും. ചേതറി പീസായി പോവും. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ബോംബാ. 2 കാർ ഏതൊക്കെ സാറേ? മറ്റേത് ആ മഞ്ചേരിയുടെ. അവരെ നിങ്ങൾ കൊല്ലാൻ പോവാണോ? അവര് നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ? ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി അവളുണ്ടല്ലോ, സ്നേഹിക്കുന്നവരെ പോലും വെറുതെ വിടാത്തവളാ. അവൾ എന്റെ ഫ്രണ്ട് ആവാനോ?
അവൾ എന്നോട് പറഞ്ഞതിൽ ഒരേ ഒരു വാലിഡ് പോയിന്റേ ഉള്ളൂ. മേഘനയെ കൊല്ലാൻ വേണ്ടി എപ്പോ വേണമെങ്കിലും അവൾ എൻ്റെ കൂടെ നിൽക്കാമെന്ന്. അതുകൊണ്ട് രണ്ടും അങ്ങ് തീരട്ടെ. ഞാൻ നിർമ്മിക്കാൻ പോകുന്ന ഫാക്ടറിയിലേക്ക് ആദ്യമായി നടക്കുന്ന ബലിദാനമായത്. സാർ, നമ്മൾ നാളെ ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ലേ? എവിടേക്കെങ്കിലും നമുക്ക് മാറാം. ഇല്ല വക്കീലേ, ആ മേഘനയും അവളുടെ ഫാമിലിയും പൊട്ടിത്തെറിക്കുന്നത് എനിക്കെന്റെ ഈ കണ്ണുകൊണ്ട് കാണണം. പോലീസിൽ അറിഞ്ഞാൽ പ്രശ്നമില്ലേ സാറേ? ആവുന്നെങ്കിൽ ആവട്ടോ. ഒരു 2 കൊല്ലം ജയിലിൽ കിടക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാലും ആ മേഘന ചത്തു തൊലയുന്ന എനിക്ക് കാണണം. അതുമാത്രമല്ല, അവള് പ്രാണവേദന കൊണ്ട് നിലവിളിക്കുന്നത് എനിക്ക് കേൾക്കണം. അമ്മാവനെ ഇവിടെ കാണുന്നില്ലല്ലോ. അത് പിന്നെ വക്കീലമ്മാവൻ ഒരു കാര്യത്തിന് വേണ്ടി ഒരു സ്ഥലം വരെ പോയിരിക്കാം. നാളെ ഞങ്ങൾ പോയി കഴിഞ്ഞ് വക്കീലമ്മാവൻ തിരിച്ചു വരും. അദ്ദേഹത്തെ കാണാതെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണോ? അത് ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമായതുകൊണ്ടാ. ചെന്നിട്ട് വിളിച്ച് പറഞ്ഞോളാം. ആ നാട്ടുകാർക്ക് വേണ്ടി മോള് ചെയ്ത സഹായം ഇനി മരിക്കുന്നത് വരെ അവരാരും ഒരിക്കലും മറക്കില്ല മോളെ. അതേ മോളെ, നീ കാരണം അവർക്ക് ശരിക്കും സന്തോഷമുണ്ടായി. ആ നാടിനെ നീ രക്ഷിച്ചു. ശരിക്കും അവിടുത്തെ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ മോളോട് പറയരുതെന്ന് അമ്മാവൻ ഞങ്ങളെ പറഞ്ഞു ഏൽപ്പിച്ചത്. നിങ്ങളിങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം ഞങ്ങളെ പറഞ്ഞു ഏൽപ്പിച്ചതാ. പക്ഷേ മോളാ പ്രശ്നങ്ങൾ അറിഞ്ഞപ്പോ തന്നെ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തില്ലേ? അവരുടെ പ്രശ്നങ്ങൾ തീർക്കുകയും ചെയ്തു. ഞങ്ങളെ കൊണ്ട് കഴിയും പോലെ ആ പ്രശ്നം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. കേസ് കോടതി നടക്കല്ലേ, അത് അവിടെ നിന്ന് ഞങ്ങൾ നോക്കിക്കോളാം. ഒരു 4 ദിവസം കൂടെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും മോനെ. അതൊക്കെ ശരിയാ, പക്ഷെ അവിടെ അർജന്റ് ജോലിയുണ്ട്. ശരി എടോ, ഈ ബാഗ് കിടക്കാൻ നോക്ക്. സംശയമുണ്ട്. നമ്മൾ ശരിക്കും ഇങ്ങോട്ട് വന്നത് ചാരുവിന്റെ പേരിലുള്ള ഭൂമി കിട്ടാനാ. അതെന്തായാലും നടന്നില്ല. മാത്രമല്ല, ആ ചേച്ചി അനിയത്തി ഇവിടെ വന്നപ്പോ ഒന്നിക്കുകയും ചെയ്തു. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ഇടപെട്ടതിന്റെ പേരില് ആ സുരേന്ദ്രൻ വന്ന് മേഘനയെ കൊന്നു കളയൊന്നും പറഞ്ഞിരിക്കുക. ഇപ്പൊ അതും നടന്നില്ല. നമ്മൾ വിചാരിച്ചതുപോലെ ഇപ്പൊ ഇവിടെ ഒരു കാര്യവും നടന്നില്ല. അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ? ഇനി ഇപ്പൊ നമ്മൾ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ആ സുരേന്ദ്രൻ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ അയാളെ വിളിച്ചതാ. എന്നിട്ട് അയാൾ ഫോൺ പോലും എടുക്കുന്നില്ല. അയാളുടെ വക്കീലിനെ നിനക്കറിയാലോ, അയാളെ ഒന്ന് വിളിച്ചു നോക്ക്. അയാളിനിപ്പോ എവിടെയായിരിക്കും എന്തോ. എവിടെയാണെങ്കിലും നമുക്കെന്താ? നിനക്ക് ഫോൺ ചെയ്തിട്ട് കാര്യങ്ങൾ അറിഞ്ഞാ പോരെ? നീ വിളിക്ക. ആരാടാ വക്കീലേ? മഞ്ചേരിയ സാറേ. അവരെന്നെ എന്നെ വിളിക്കുന്നേ? എന്നെ വിളിച്ചിരുന്നു. ഒരുപക്ഷെ ഞാൻ എടുക്കാത്തതുകൊണ്ടായിരിക്കും തന്നെ വിളിക്കുന്നത്. എന്താന്ന് ചോദിക്കേ, എന്നിട്ട് ഫോൺ സ്പീക്കറിലിട്. ഹലോ, നിങ്ങളിപ്പോ എവിടെയാണ് വക്കീൽ സാർ? ഞാൻ പുറത്താ, പറഞ്ഞോളൂ. എല്ലാവരും പുറത്ത് കറങ്ങി നടക്കുവാണോ? നിങ്ങളുടെ ആ സുരേന്ദ്രൻ സാറ് മേഘനെ അത് ചെയ്യും ഇത് ചെയ്യുന്നും പറഞ്ഞു വലിയ വീമ്പിളക്കിയതല്ലേ. ഇപ്പൊ എന്താ ഡമ്മി പീസ് പോലെ കാമായിട്ടിരിക്കുന്നത്? അയാളിപ്പോ കൊന്നുകളയും മൂക്കി കയറ്റുന്നൊക്കെ പറഞ്ഞതല്ലേ.
എതിരെ നിൽക്കുന്ന ശത്രുവിനെ ഇങ്ങനെ വെറുതെ വിടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ ബോസിനെ കുറിച്ച് ഒന്നും അറിയില്ല. അയാള് ബോസും അല്ല വില്ലനും അല്ല. ഒരു കിളവനെ പിടിച്ച് കെട്ടിയിട്ടിട്ട് വിജയിച്ചു എന്നും പറഞ്ഞ് നടക്കുകയാണല്ലേ. പൊട്ടൻ അയാള്. അയാളെ വെച്ച് നോക്കുമ്പോ ഞാനാ ബെറ്റർ. ഈ 2 ദിവസത്തിനിടയിലും മേഘനെ അയാൾക്ക് കൊന്നു കളയാനുള്ള സമയം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പോ ആ ഫാക്ടറി തുടങ്ങാനുള്ള ഓരോ കാര്യത്തിന് തിരക്കില്ല. ഈ സമയത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനാ ഇപ്പൊ കാമായിരിക്കുന്നേ. ആൾക്കാരെ കാണിക്കാൻ വലിയ ഡയലോഗ് അടിച്ചിട്ട് ഫാക്ടറി കെട്ടണം അത് കെട്ടണം എന്ന് പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കുകയാണോ? ഇങ്ങനെ കുറെ കാശും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇയാൾക്ക് എന്താ ലാഭം? ഇത്രയും വലിയൊരു വേസ്റ്റ് പീസിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇങ്ങനെ പൊട്ടനായ ഒരാളുടെ കൂടെ നിങ്ങളെ പോലെ ഒരു വക്കീല് നിൽക്കുന്നത് വെറും വേസ്റ്റാ. അയാളിപ്പോ ആ ഫാക്ടറി കെട്ടാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും മേഘിന് അവിടെ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കും. അത് തടസ്സപ്പെടുത്തുകയും ചെയ്യും. പിന്നെയൊക്കെ നഷ്ടമേ ഉണ്ടാവൂ. അതിനൊക്കെ തയ്യാറായി ഇരുന്നോളം പറ നിങ്ങൾ ആ പൊട്ടൻ ബോസിനോട്. എന്തിനാ മഞ്ജരി നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ആ വക്കീൽ ഇതൊക്കെ സുരേന്ദ്രനോട് പറഞ്ഞാലുണ്ടല്ലോ. പറയാൻ വേണ്ടി തന്നെയാ പറഞ്ഞത് ആന്റി. എനിക്കിപ്പോ അത്രയും ദേഷ്യമുണ്ട്. അയാൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ശരിക്കും ഈ ട്രിപ്പ് ഒരു വേസ്റ്റാ. എന്താ സാറേ ഇത്? സാറിനെ കുറിച്ച് മഞ്ജരി ഇങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? ഇപ്പൊ തനിക്ക് മനസ്സിലായില്ലേ അവളെയും കൂടി കൊല്ലണമെന്ന് പറഞ്ഞ എന്റെ അർത്ഥം? ആടാ വണ്ടി യൂട്ടേൺ എടുക്ക. അമ്മേ, അപ്പൊ നമുക്ക് പോയാലോ? മഞ്ജരി, നീ ഞങ്ങളുടെ കാറിൽ കയറിക്കോ. നിങ്ങളുടെ കാറിലോ? അതെ. വരുന്നില്ലെന്ന് പറ മഞ്ജരി. നമുക്ക് നമ്മുടെ കാറിൽ തന്നെ പോയാൽ മതി. മിഥുൻ വിളിക്കുമ്പോ പറ്റില്ലെന്ന് ഞാൻ എങ്ങനെ പറയൂ ആന്റി? നീ പണ്ടത്തെ സതി ആചാരം നടത്താൻ പോവാണോ? അതെന്താ? ആ കാറിലാണ് പോകുന്നെങ്കിൽ മിഥുന്റെയും മേഘനയുടെയും കുട്ടികളുടെയും കൂടെ നീയും ചാകേണ്ടി വരുമല്ലോ. ആ സുരേന്ദ്രൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലെന്ന് ആ വക്കീല് പറഞ്ഞത് കേട്ടില്ലേ? പിന്നെന്തിനാ ആന്റി നമ്മൾ വെറുതെ പേടിക്കുന്നേ? അയാളുടെ മനസ്സ് മാറി എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ചെയ്താലോ? ഒന്നും ചെയ്യില്ല ആന്റി. ഡോൺ വറി. ഏയ് മഞ്ജരി, വേഗം വാ. ദാ വരുന്നു. വാ ആന്റി. ഈ കാറിൽ കയറാൻ നീ എന്താ ഇത്രയധികം ആലോചിച്ച് നിന്ന് മഞ്ജരി? അത് പിന്നെ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് കരുതിട്ടാ. ഓ, ഡിസ്റ്റർബൻസിനെ കുറിച്ച് നീ എപ്പോഴും ആലോചിച്ചു തുടങ്ങിയ മഞ്ജരി? ഇതൊരു അത്ഭുതമാണല്ലോ. മേഘനെ, ചേഞ്ച് ദ ടോപ്പിക്. ഇപ്പൊ എന്തിനാ വെറുതെ ഒരു വഴക്ക്? എന്നോട് വഴക്കുണ്ടാക്കുന്നത് മേഘനയുടെ ഒരു ഹോബിയല്ലേ മിഥുൻ? ഇവിടെ ആരും വഴക്കൊന്നും ഉണ്ടാക്കുന്നില്ല. നീ മിണ്ടാതിരിക്കേ. ഇവിടുന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്ന ഞാൻ പറഞ്ഞപ്പോ ആരും കേട്ടില്ലല്ലോ. ഇതുകൊണ്ടാ മുതിർന്നവർ പറയുന്നത് മുതുനെല്ലിക്കാന്ന് പറയുന്നത്. മോം, കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കോ? നമ്മളിപ്പോ തിരിച്ചു പോവല്ലേ? പറഞ്ഞപ്പോ തന്നെ തിരിച്ചു പോയിരുന്നെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. പറയടാ അണ്ണാ, ആ 2 കാർ ഇപ്പോഴാ ഇവിടെ നിന്ന് അങ്ങോട്ട് പാസ് ചെയ്ത് പോയത്. ശരി. മകേഷേ, 2 കാറും ഫസ്റ്റ് പോയിന്റ് കടന്നിട്ടുണ്ട്. 2ാമത്തെ പോയിന്റ് പാസ് ചെയ്യുമ്പോൾ ഞാൻ വിളിച്ചോളാം. എല്ലാം റെഡി ആയിരിക്കണം. അവരിനി രക്ഷപ്പെടില്ല. ആ പോയിന്റിൽ ബോംബ് പൊട്ടിക്കോളും. ഇതെങ്ങാനും മിസ്സായ നീ ആയിരിക്കും തീരാൻ പോകുന്നത്. പേടിക്കണ്ട, ഞങ്ങളിവിടെ റെഡിയാ. നീ നോക്കൂ വക്കീലേ, നിങ്ങളുടെ ഫോണിലെ ക്യാമറ നല്ല ക്ലാരിറ്റി ഉള്ളതല്ലേ? അതെ സാറേ. എന്താ?
നടക്കാൻ പോകുന്ന ബ്ലാസ്റ്റ് നിങ്ങൾ എന്തായാലും ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചോ. TV ചാനൽസിലൊന്നും ഈ ന്യൂസ് കൊടുക്കുമ്പോൾ നല്ല വിഷ്വൽസ് കിട്ടാൻ വേറെ മാർഗമൊന്നും ഇല്ലല്ലോ. പിന്നെ ഈ ബ്ലാസ്റ്റിങ്ങിന്റെ വീഡിയോ എനിക്കും ഇടയ്ക്കൊക്കെ കാണാലോ. ഇയാളുടെ ഒരു കാര്യം, ഈ ബ്ലാസ്റ്റിംഗ് വീഡിയോ ഷൂട്ട് ചെയ്ത് TV ചാനലിലൊക്കെ കൊടുക്കാനാണോ ഉദ്ദേശം? TV-യിൽ വരുന്നത് നല്ലതല്ലേ വക്കീലേ? സാറേ, എന്റെ മനസ്സിലുള്ള കാര്യം സാറിന് എങ്ങനെ മനസ്സിലായത്? ഞാനേ ഈ പണിയൊക്കെ തുടങ്ങിയിട്ട് കുറെ കാലമായി. എന്റെ മുന്നിൽ നിൽക്കുന്നവരുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റും. ഫോണെടുത്ത് റെഡി ആയിട്ട് നിൽക്കേ. ആ ശരി സാറേ. ഹലോ അണ്ണ, അതെ കാർ നിർത്തിയിട്ടിരിക്കുക. അതെന്താ കാര്യം? അവിടെ നാട്ടുകാരൊക്കെ നിൽക്കുന്നുണ്ട്. അവരെന്തിനു വേണ്ടി അവിടെ വന്നേ? എന്താ എല്ലാരും ഇവിടെ നിൽക്കുന്നേ? മോളെ മേഘന. എന്താ മേഘന മോളെ, ഞങ്ങളോട് ഒരു വാക്കുപോലും പറയാതെ പോകുന്നേ? പോവാതെ പിന്നെ ഇവിടെ തന്നെ വീടും കെട്ടി താമസിക്കണമെന്നാണോ? പ്ലീസ് ചെറിയമ്മേ, അവിടെ അർജന്റായ ജോലി ഉള്ളതുകൊണ്ടാ. തുടങ്ങി വെച്ചതൊക്കെ പൂർത്തിയാക്കാതെ നിങ്ങൾ തിരിച്ചു പോവാണോ മോനെ? എന്ത് പൂർത്തിയാക്കാൻ? മേഘനമോളും ചാരുമോളും ഞങ്ങളുടെ നാട്ടിലെ ദേവതകളാ. അവരെപ്പോ വന്നിട്ട് പോയാലും ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും അവർക്ക് കൊടുത്തുവിടേണ്ടതല്ലേ? അങ്ങനെ സാധനങ്ങളൊക്കെ കെട്ടിക്കൊടുത്തു വിടാൻ ഇവർക്ക് ഇവിടെ ആരാ ഉള്ളത്? എല്ലാവരും നേരത്തെ മുകളിലേക്ക് പോയില്ലേ? വീട്ടുകാരല്ലേ പോയിട്ടുള്ളൂ. അവരെ സ്നേഹിക്കുന്ന ബാക്കിയുള്ളവരിവിടെ ഉണ്ടല്ലോ. ഇവിടെയുള്ള എല്ലാ വീട്ടുകാരും അവരെ സ്വന്തം വീട്ടുകാരെ പോലെ തന്നെയാ. അതിനിപ്പോ എന്ത് വേണോന്നാ? നാട്ടിലെ അമ്പലത്തില് ദേവിയുടെ ഐശ്വര്യപൂജ നടക്കാൻ പോവല്ലേ? വക്കീലമ്മാവനല്ലേ അത് സാധാരണ ചെയ്യാറുള്ളത്. അദ്ദേഹത്തിന്റെ പകരം നിങ്ങൾ വന്നിട്ട് അവിടെ പൂജകൾ തുടങ്ങി വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും സന്തോഷമായേനെ മോളെ. ഞങ്ങൾക്കിപ്പോ അതിനുള്ള ടൈം ഇല്ല. അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ ആ സാധനങ്ങളൊക്കെ കൊറിയർ അയച്ചാൽ മതി. ഞങ്ങൾക്ക് പോയേ പറ്റൂ. ദേവി ഇതങ്ങനെ പറയല്ലേ, ഞങ്ങൾക്കത് കേൾക്കുമ്പോ തന്നെ വിഷമാ. ഇനിയും ലേറ്റ് ആയ ഞങ്ങൾക്ക് വിഷമം ഉണ്ടാവുന്നത്. നിങ്ങളൊന്ന് വഴിന്ന് മാറ്. 1 മണിക്കൂറിനകം തിരിച്ചു പോവാ മോളെ. ഞങ്ങൾ അടുത്ത തവണ വരാം. അപ്പൊ നമുക്കിതെല്ലാം ചെയ്യാം. ഇപ്പൊ ഞങ്ങൾക്ക് പോയേ പറ്റൂ. ദയവ് ഇത് മനസ്സിലാക്കണം. ഞങ്ങൾ പറയുന്ന മോനെന്ന് മനസ്സിലാക്ക. അവരിത്രയും കാര്യമായിട്ട് പറയല്ലേ മേഘനെ, നമുക്കത് ചെയ്തു കൊടുക്കാം. അപ്പൊ അങ്ങോട്ട് പോവാം. അതേ ഏട്ടത്തി, അവർക്ക് സന്തോഷാവുന്ന കാര്യമല്ലേ. ഹലോ, എന്തു പറ്റി? എന്താ പോകാതെ നിന്ന് കളഞ്ഞ്? എല്ലാവരും കൂടി എന്താ നാടകം കളിക്കാണോ? അല്ല, നാട്ടിലുള്ളവർ വന്ന് അവരോട് സംസാരിക്കായിരുന്നു. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ നാടിന്റെ ബോർഡർ കടന്നില്ലെങ്കിൽ നിന്റെ മുത്തശ്ശന്റെ ശവമായിരിക്കും കാണാൻ പോകുന്നത്. എന്താ ഞാനത് ചെയ്യണോ? അങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കട്ടെ. ഈ പോകുന്ന വഴി വണ്ടി എവിടെയെങ്കിലും നിർത്തിയാൽ ആ കിളവന്റെ കാര്യം ഓർമ്മ വേണം. അയാളെ വിളിച്ചു. എത്രയും വേഗം ഇവിടുന്ന് പോകാനാ പറയുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം. ഇപ്പൊ ഞങ്ങൾക്ക് പോയേ പറ്റൂ. അത്യാവശ്യമായതുകൊണ്ടാ. ശരി മോനെ, അത്യാവശ്യമായിട്ട് പോകണമെന്നുള്ളതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങളിപ്പോൾ ഇറങ്ങിയത് തന്നെ. ലക്ഷ്മിയമ്മേ, ചാരുവിനും മേഘനമോൾക്കും ദേവിയുടെ പ്രസാദം കൊടുക്ക്.